വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പ്രതിസന്ധികൾ, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും, പ്രേക്ഷകരിലേക്ക് മാത്രമല്ല സർക്കാർ അധികാരികളിലേക്കൊക്കെ എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി, മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇനി മുതൽ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അടച്ചു വെക്കുന്നതും നോട്ടീസ് ഒട്ടിക്കുന്നതും തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ പ്രതിഷേധത്തിന് കാരണമായതൊക്കെ നമുക്കറിയാം. പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി തിരുത്തി. നല്ല കാര്യം. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള പെട്രോൾ പമ്പുകൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇന്നലത്തെ പുതിയ വിധി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനത്തെ തടയാവൂ എന്നും കോടതി പറയുകയാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നു യാത്രക്കാർ. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ശൗചാലയമാക്കരുതെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തിക്കൊണ്ടുള്ള വിധി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് അനുവദിക്കാൻ അധികാരികൾക്ക് നിർബന്ധിക്കാനാവില്ലെന്ന മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് ജസ്റ്റിസ് CS ടൈസിന്റെ ഉത്തരവ്. പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും തിരുവനന്തപുരത്തെയും തൊടുപുഴയിലും ചില പമ്പുടമകളും ഉൾപ്പെടെ നൽകിയ ഹർജികളിലായിരുന്നു തീരുമാനം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും നിലപാട് കണക്കിലെടുത്താണ് ഉത്തരവിലുള്ള ഭേദഗതി. നമുക്ക് ഇതല്ല ഒരു ആശ്രയം. നമ്മളിപ്പോ പെട്രോൾ അടിച്ചിട്ട് മാത്രം യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. എല്ലാവർക്കും കയറാം, പബ്ലിക്കിനും കയറാം. അതുകൊണ്ട് നല്ലൊരു വിധിയാണെന്ന് തോന്നുന്നു. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. പബ്ലിക്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് വൃത്തിയായി സൂക്ഷിക്കാൻ കൂടി വേണം. അല്ലാതെ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. ഇപ്പോൾ വന്ന് കയറി കഴിഞ്ഞാലും വിധിയിൽ വളരെ സന്തോഷം. തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലോങ് ട്രിപ്പൊക്കെ പോണ ആൾക്കാർക്ക് പെട്രോൾ അടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ന്യായമില്ല. ടൂറിസ്റ്റുകൾക്കും യാത്രികർക്കും ഏറെ ആശ്വാസകരമായ ഉത്തരവെന്നും ഹൈക്കോടതിയുടെ തിരുത്തൽ ജനകീയമെന്നും പൊതുജനങ്ങൾ. വളരെ നല്ല വിധിയാണ്. ആദ്യത്തെ വിധി തന്നെ വന്നത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നല്ല ഉപകാരമുള്ള കാര്യം തന്നെയാണ്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ ഒരു റോഡുകളിലും പൊതുസ്ഥലങ്ങളായിട്ട് ഒരു പബ്ലിക്കായിട്ട് ഒരു ടോയ്ലറ്റും ഇല്ല. ഇപ്പൊ ആകെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യം ഇതേപോലത്തെ ടോയ്ലറ്റുകളാണ്. ദേശീയപാതയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പുകളിലെ ശുചിമുറികളായിരിക്കും ഉപയോഗത്തിന് അനുവദിക്കുക. എന്നാൽ ഇവ പൊതു ടോയ്ലറ്റാണെന്ന് കാട്ടി ബോർഡ് വെക്കരുതെന്നും കോടതി നിർദ്ദേശമുണ്ട്. റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം 2020 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഉത്തരവ്. പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇടക്കാല ഉത്തരവിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന പൊതുജനങ്ങൾ ഇപ്പോഴത്തെ വിധിയിൽ ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ ആ കാര്യത്തിൽ വിജ്ഞാപനമൊക്കെ ഇറക്കിയതാണ്, ഉത്തരവൊക്കെ ഇറക്കിയതാണ്. അപ്പോൾ അവർക്കെന്തോ വരുമാന പ്രശ്നം ഉണ്ടാവും, അവർക്കെന്തോ അതിനുള്ള അറ്റകുറ്റപ്പണിക്കെന്തോ മാരകമായ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോയത്. എന്തായാലും കോടതിയിൽ ഉത്തരവ് ആദ്യം ഉണ്ടായി, അത് തിരുത്തപ്പെടുന്നു. എന്തായാലും ഉപഭോക്താവല്ല എന്ന കാരണം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് പ്രവേശനം തടയരുത് എന്ന് കോടതി തന്നെ പറയുകയാണ്. നല്ല കാര്യം. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ കൊയിലാണ്ടി ചേമഞ്ചേരിയിലാണ് നിർമ്മാണത്തിലിരുന്ന ഒരു തോരായിക്കടവ് പാലം തകർന്നു വീണത്. പാലം പണിയിൽ അപാകതയുണ്ട് എന്ന ആരോപണം ഉയരുകയാണ്. അപകടത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ കുറച്ച് ഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സംഭവ സ്ഥലത്ത് നിഖിൽ പ്രമേഷ് അവിടെ പോയിരുന്നു. നിഖിൽ പ്രമേഷ് അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. കൊയിലാണ്ടി ബാലുശ്ശേരി ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3:45 കൂടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നതിൻ്റെ ഒരു ഭീമ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അത്ഭുതകരമായാണ് ഈ തൊഴിലാളികളടക്കം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. 2 പേർക്ക് എന്നിരിക്കെയും പരിക്കേറ്റിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് ഈ നിർമ്മാണത്തിലിരുന്ന തൊഴിലാളികളടക്കം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് കാര്യമായ പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PMR കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പാലം തകർന്നു വീണതിൻ്റെ കാരണം അന്വേഷിച്ച് കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഈ നേരത്തെ ഈ കരാർ കമ്പനിയെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാണം കാര്യക്ഷമമായി
കാര്യക്ഷമമായ രീതിയിലല്ല നടന്നത്, അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടന്നത് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ എന്തായാലും ഉയരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാര്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഈ തകർന്ന് വീണ പാലത്തിന്റെ ആ ഭീമിന്റെ പണി പുരോഗമിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. ഒരു വഞ്ചിയിലാണ് നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും പണി പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് എത്രത്തോളം അശാസ്ത്രീയമായിരുന്നു ഈ നിർമ്മാണം എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ. എന്തായാലും ഇക്കാര്യത്തിലൊരു നടപടി, ഉറപ്പായൊരു നടപടി വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ പണി പുരോഗമിക്കുന്ന വേളയിൽ തന്നെ ഒരു ഉറപ്പില്ലാതെയാണ് ഈ നിർമ്മാണം നടക്കുന്നതെങ്കിൽ എന്തുറപ്പിലാണ് തങ്ങളടക്കമുള്ള ആളുകൾ ഈ പാലത്തിലൂടെ കടന്നു പോകുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൃത്യമായൊരു അന്വേഷണം ഈ കരാർ കമ്പനിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവരുടെ നിർമ്മാണത്തെ സംബന്ധിച്ചും വേണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3:45 കൂടി തകർന്നു വീണ ആ ഭാഗം. അതിൻ്റെ ഒരു മധ്യഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പാലത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ് ഇത്തരത്തിലുള്ളൊരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ കൂടുതൽ തൊഴിലാളികൾ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയതിന് 2 പേർക്ക് മാത്രമാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. എന്നാൽ അത് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ആ നാട്ടുകാരുടെ ആ പാലം ചിരകാല അഭിലാഷമായിരുന്നു. ആ പാലം വരുന്നതിൽ നാട്ടുകാർ വല്ലാതെ സന്തോഷമാണ്. അത് പാലം പണി ഏതാണ്ടൊക്കെ പൂർത്തിയായി. നേരത്തെ ഉദ്ഘാടനത്തിൻ്റെ തീയതിയൊക്കെ ആയി, പിന്നീട് കുറച്ചുകൂടെ എക്സ്റ്റൻഷനൊക്കെ ഉണ്ടായതൊക്കെയാണത്. അത് എന്തായാലും അത് പൊളിഞ്ഞു വീണു. അത് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണമെന്ന് നാട്ടുകാർ രോഷത്തോടു കൂടി പറയുകയുമാണ്. മുതലപ്പുഴയെ നമ്മൾ കേട്ടു തുടങ്ങാൻ കുറേയായി. അതിനെ മരണപ്പുഴി എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ട്. അപകടപ്പുഴയായത് മാറിയിട്ട് നാൾ കുറേയായി. കഴിഞ്ഞ ദിവസമാണ് വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾ കൂടി മരിച്ചത്. 12 അപകടങ്ങളാണ് 10 ദിവസത്തിനിടെ അവിടെ ഉണ്ടാവുന്നത്. അപകടങ്ങൾ തുറക്കഥയാകുമ്പോഴും സർക്കാർ മുതലപ്പുഴയിൽ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ശക്തമായ ഭാഷയിൽ ന്യൂനപക്ഷ കമ്മീഷൻ. മണൽ നീക്കത്തിന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എന്തു ക്രമീകരണം ഏർപ്പെടുത്തിയെന്നും ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ അധ്യക്ഷൻ അഡ്വക്കേറ്റ് A.A. റഷീദ് ചോദിച്ചു. 6 മാസം പിന്നിട്ടിട്ടും പുരോഗതിയില്ലാത്തതിൽ കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. മുതലപ്പൊഴി മത്സ്യത്തൊഴിലാളികൾക്കിന്നും മരണപ്പൊഴിയാണ്. ട്രോളിംഗ് നിരോധനത്തിനു ശേഷം മുതലപ്പൊഴിയിലുണ്ടായത് 12 അപകടങ്ങൾ. 12ാമത്തെ അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മുതലപ്പൊഴിയിലെ കൂറ്റൻ തിരമാലകളും കടലിനടിയിലെ മണൽക്കൂനയും കരിങ്കല്ലും ഇതുവരെ കവർന്നത് 78 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ. മുതലപ്പൊഴി അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായതിനു പിന്നാലെയാണ് ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സിറ്റിംഗിനെത്തിയ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനെ കമ്മീഷൻ അതിരൂക്ഷമായി വിമർശിച്ചു. മണൽ നീക്കത്തിന് സർക്കാർ സംവിധാനത്തിൽ എന്തു ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന കമ്മീഷൻ ചോദ്യത്തിന് പ്രതികൂല കാലാവസ്ഥ മൂലമാണ് പ്രവൃത്തി തടസ്സപ്പെട്ടതെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മറുപടി. പ്രവൃത്തി ആരംഭിച്ച മാർച്ചിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നുവെന്നും 6 മാസം കാലാവധി വേണോ പ്രശ്നം പരിഹരിക്കാനെന്നും കമ്മീഷൻ. ഡ്രഡ്ജിംഗ് പൂർത്തിയായില്ലെങ്കിൽ അപകടം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന കോസ്റ്റൽ പോലീസിന്റെ റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിച്ചു? പ്രവൃത്തി മോണിറ്റർ ചെയ്ത വിവരങ്ങളൊന്നും കമ്മീഷന് മുമ്പിലില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ വിശദമായ റിപ്പോർട്ട് നൽകണം. സർക്കാർ നൽകുന്ന പണത്തിന് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് A.A. റഷീദ്. അതിനിടെ മുതലപ്പൊഴി നവീകരണ പ്രവൃത്തികളിലേക്ക് സർക്കാർ കടന്നു. ആദ്യഘട്ടത്തിൽ ടെട്രാപോഡുകളുടെ നിർമ്മാണമാണ് നടക്കുക. സർക്കാർ 177 കോടി രൂപയുടെ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അപകടരഹിത മുതലപ്പൊഴിയും പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകമാണ് ജോസഫിന്റെയും മൈക്കിളിന്റെയും ജീവൻ നഷ്ടമായത്. സർക്കാരിന്റെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷനും വ്യക്തമാക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആശാ സിംഗപ്പൂർ പറയുകയാണ്, ഇതൊക്കെ കോൺട്രാക്ട് എടുക്കുന്നവരുടെ തട്ടിപ്പായിരിക്കും. കഷ്ടം. സിമന്റും മണലും ഒക്കെ കുറച്ചിട്ട് കഴിയുമ്പോൾ എല്ലാം പൊളിഞ്ഞു വീഴും. കാശ് ആരാണോ അടിച്ചു മാറ്റുന്നത്? പാലം പണി കഴിഞ്ഞായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, പാലം പണി കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി തുടങ്ങി, വണ്ടികളൊക്കെ ഓടി തുടങ്ങുമ്പോഴാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തൊരു വലിയ ദുരന്തമായി പോയനെ. അപ്പോൾ അത് ആ പാലം പൊളിയാനുള്ള പാലമാണെങ്കിൽ അതിപ്പോൾ പൊളിഞ്ഞ് നന്നായി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആ തോരായിക്കടവ് പാലം തകർച്ചയെ പറ്റി സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകും. ഇതിലെന്തുണ്ടോ? അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, നമുക്ക് പൊതുവെ എന്താണെന്നുള്ള പരിശോധിക്കാം. അപ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് തോന്നുന്നു. തോരായിക്കടവ് പാലത്തിന്റെ കാര്യത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. തൃശ്ശൂരിലെ ഈ വോട്ട് ചോരി, വോട്ടുകൊള്ള ആരോപണങ്ങളിൽ കാര്യമായ പ്രതികരണം മന്ത്രി നടത്തിയില്ല. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എന്ന് പറയുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. മഹാളി രോഗം വ്യാപകമായതോടെ കാസർകോട്ടെ കവുങ്ങ് കർഷകർ ദുരിതത്തിലാണ്. കഴിഞ്ഞ 3 മാസമായി പെയ്ത കനത്ത മഴയാണ് രോഗവ്യാപനത്തെ രൂക്ഷമാക്കിയത്. ബന്തെടുക്ക, വെള്ളരിക്കുണ്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ രോഗബാധ അതിരൂക്ഷമാണ്. മഴയ്ക്കൊപ്പം മഹാളി രോഗം കൂടി പിടിമുറുക്കിയതോടെ ദുരിതത്തിലാണ് ജില്ലയിലെ കവുങ്ങ് കർഷകർ. ഭൂരിഭാഗം തോട്ടങ്ങളിലും രോഗം പിടിമുറുക്കിയതോടെ പച്ചടക്കകൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. കുറ്റിക്കോൽ പഞ്ചായത്തിലെ പാലാർ മാണിമൂല, അഞ്ചനടുക്ക, ദർബടുക്ക, കുറ്റിക്കോൾ, അണ്ണപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രോഗബാധ രൂക്ഷമാണ്. മഴ കൃത്യമായി പെയ്യുന്നതോടെ ഉൽപാദനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ കഴിഞ്ഞ 3 മാസമായി പെയ്യുന്ന മഴ കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. രോഗബാധയെ തുടർന്ന് കവുങ്ങിൽ നിന്ന് അടയ്ക്കകൾ കൂട്ടത്തോടെ താഴെ വീഴാൻ തുടങ്ങി. അടയ്ക്കയ്ക്ക് വിപണിയിൽ 500 രൂപയുണ്ടെങ്കിലും കർഷകരുടെ കണ്ണീരിന് ശമനമില്ല. മേലെ നിൽക്കേണ്ട അടക്കല്ല താഴെ നിൽക്കുന്നതാണ്. മരുന്നടിക്കേണ്ട സമയം, പക്ഷേ ഈ മഴയും കൊണ്ട് മരുന്നടിക്കാനൊന്നും പറ്റില്ല. മരുന്നടിച്ചാലും താഴെ തന്നെ ഉണ്ടാകുന്നത്. കൃഷി നഷ്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇതിനെല്ലാം വില, അടക്കക്ക് വില കൂടി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ശമ്പളം കൂടും, ബാക്കി കാര്യങ്ങൾ കൂലി എല്ലാം കൂടും. മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിറഞ്ഞ് നിൽക്കും. ഒരു അരയോളം വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഇപ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് വെള്ളം കയറി. പിന്നെ വെള്ളം ആറുന്നില്ല. മഴ ഇപ്പോൾ തീരെ കുറഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടാണ് ഈ വെള്ളം ഇപ്പോൾ കുറച്ചെങ്കിൽ ഡ്രൈ ആയത്. മഴ പെയ്യുന്ന സമയത്ത് മരുന്ന് തളിച്ചാലും കാര്യമായ പ്രയോജനമില്ല. കഴിഞ്ഞ സീസണിൽ നല്ല വില ലഭിച്ചതിനാൽ റബ്ബറും മറ്റു വിളകളും മാറ്റിയാണ് ഭൂരിഭാഗം കർഷകരും ഇത്തവണ കവുങ്ങ് പരീക്ഷിച്ചത്. മഹാളി രോഗത്തെ പ്രതിരോധിക്കാൻ മരുന്നുകൊണ്ടാവാത്തതിനാൽ ഇനിയെന്തു ചെയ്യണമെന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഈ പ്രാവശ്യം കവുങ്ങിന് 3 പ്രാവശ്യം തുരിശടിച്ചു ഓടോമിശ്രം, എന്നിട്ടും അടക്ക കൊഴിയുന്നത്. ഒരുപക്ഷേ കാലാവസ്ഥ ഈ കൊല്ലം മഴ തീരെ മാറാത്തതുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അടക്കയ്ക്ക് വില കൂടി എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസത്തിലായിരുന്നു ഈ വർഷം. പക്ഷേ അത് ആ ആശ്വാസമെല്ലാം പോയി. രോഗബാധ മൂലം ഇത്തവണ വിളവെടുപ്പ് കുറയും. കർഷകർ പ്രതിസന്ധിയിലാകും. കൃഷി നശിച്ച കർഷകർക്ക് സർക്കാർ ധനസഹായം നൽകണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ജയൻ കല്യാശ്ശേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ആരിഫ് കാശ്മീർ കളത്തൂർ പറയുന്നുണ്ട്, സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാൽനട യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കുന്നു. പല ബസ്സുകളും വിദ്യാർത്ഥികളെ കയറ്റാൻ വിസമ്മതിക്കുന്നു. പരിഹരിക്കാൻ സാധിച്ചെങ്കിൽ പലതും നഷ്ടമാകും. ഇതിനോടകം തന്നെ പല ജീവനുകൾ നഷ്ടമായതാണ്. ഇപ്പോഴും ആ മത്സരയോട്ടം, ആ ഭ്രാന്തനോട്ടം നിരത്തുകൾ തുടരുന്നു എന്നത് സങ്കടകരമാണ്. അധികാരികൾ ഉണരേണ്ടതുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ജനകീയ വാർത്താ മണിക്കൂർ തൽക്കാലം ഒന്ന് പൂർത്തിയാകുന്നു. ഇനി 24 റൗണ്ട് അപ്പിന് സമയമാണ്. പ്രവിത ലക്ഷ്മിത ചേരുന്നു. ഗുഡ് ബൈ.